പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ അനവധി വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. प्रार्थना के सामने उत्तर मिला हुआ बहुत सारे विषय हमारे सामने प्रभु ने दिए रखे हैं। നമ്മുടെ ഈ മോർണിംഗ് പ്രെയർ എന്റെ കണക്കനുസരിച്ച് ഇന്ന് 2041 ഡേയ്സ് ആയി. और ये मॉर्निंग प्रेयर शुरुआत होकर मेरी हिसाब से 2041 दिन पूरा हुआ है। ഇപ്പോഴും 50നും 60നും ഇടയ്ക്ക് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് 48 പേരുണ്ട്. और आज भी 50 से 60 लोगों के बीच में लोग प्रतिदिन जुड़ते हैं। आज 48 लोग जुड़े हुए हैं। ആ 48 ഡിവൈസ് ആണ്. അതിനകത്ത് ഒരാള് വെച്ചാണെങ്കിലും ഏതാണ്ട് 100ഓളം പേര് ഡെയിലി സംബന്ധിച്ചുകൊണ്ടിരിക്കുക. और हमें लगभग 48 या 48 डिवाइस इसमें जुड़े हुए हैं। तो उसमें एक दो कर भी हम एक 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 संख्या ले तो लगभग 100 लोगों का एक संख्या में लोग प्रतिदिन जुड़ते हैं। എത്രയോ ഈ ദിവസങ്ങളിലായിട്ട് എത്രയോ അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും സാക്ഷ്യം കേട്ടുമിരിക്കുക. तो इन दिनों में ही या पिछले समयों में ही हमने बहुत सारे सैकड़ों विषयों के लिए हमने प्रार्थना किए और उनमें से कई विषयों का उत्तर पाए हुए अनुभव हमारे बीच में है और उस उत्तर को हम आगे भी लगातार पाते रहते हैं। നമ്മളൊരു ഈസ്റ്റർ ആഘോഷിച്ചിട്ട് സന്തോഷമായിരിക്കുന്നവരാണ് എല്ലാവരും. हम में से कई लोग जो हैं या हम सब जो है आने पिछले दिनों में ईस्टर का वो पर्व मनाकर बड़े आनंद के साथ बैठे हुए लोग हैं। ഗുഡ് ഫ്രൈഡേയില് ക്രൂശീകരണത്തെ കുറിച്ച് ഞാനൊരു ചെറിയ മെസ്സേജ് ക്ലാസ് എടുക്കാൻ ഇടയായല്ലോ. और गुड फ्राइडे के दिन जो है यीशु मसीह की क्रूस की मृत्यु के विषय में एक छोटा सा एक अध्ययन मैंने आपके बीच में प्रस्तुत किया था। ദൈവത്തിന്റെ ഒരു റിഡംഷൻ അല്ലെ റീസ്റ്റോറേഷന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ ഇതിലൂടെയാണ് അത് സംഭവിക്കുന്നത്. परमेश्वर अपने लोगों को छुटकारा या उद्धार कराने का एक कार्य इसी क्रूस की मृत्यु के द्वारा परमेश्वर ने उसको शुरुआत किया था। അതിനു മുമ്പ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാക്ഷ്യം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. और उससे पहले प्रार्थना का उत्तर पाया हुआ एक गवाही मैं आपके मध्य में कहना चाहता हूँ। സന്തോഷമുള്ളവരും ഒന്ന് കൈയോർത്ത് സ്വോത്രം പറഞ്ഞാട്ടെ. जो लोग आनंदित है वे अपने हाथों को उठाकर हम प्रभु का धन्यवाद स्तुति करेंगे। നിങ്ങളെല്ലാം കാണുന്നത് എനിക്ക് സന്തോഷമാണ്. आप सभी को देखते रहना मेरे लिए भी एक आनंद का विषय है। നിങ്ങളിൽ പലരും വീഡിയോ ഓൺ ആക്കാതിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ ബിസിയായ മറ്റെന്തോ കാര്യത്തിൽ ഇൻവോൾവ് ആണെന്ന്. और आप में से कई लोग जब वीडियो ऑन नहीं करते हुए बैठे हुए रहते हैं तो मुझे ऐसे लगने लगता है कि आप शायद इससे भी बड़ा एक व्यस्त कार्य में शामिल हुए और वहां पर आप अपना समय बिता रहे हैं। അല്ലെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്നൊക്കെയാ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. और या नहीं है तो वीडियो ऑन नहीं कर रहे हैं तो आपको इसमें बड़ी रुचि नहीं है, ऐसे प्रभु के दास कई बार सोच लेते हैं। നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നതിന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ സാക്ഷ്യം പറഞ്ഞ് റിഡംഷൻ അല്ലെ റീസ്റ്റോറേഷൻ ദൈവത്തിന്റെ പദ്ധതി എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കാം. आप लोग बिना थके प्रार्थना करना है इस विषय के प्रति मैं आपसे एक गवाही देकर आगे इस प्रभु का उद्धार का कार्य का बारे में कुछ वचनों को मैं आपके बीच में बोलना चाहता हूँ। കർത്താവ് നമുക്ക് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. और यीशु मसीह जो है हमारे लिए कल आज और हमेशा वो एक समान है। പണ്ടെങ്ങോ നടന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നത് സന്തോഷമാണ്. ദൈവം പ്രവർത്തിക്കുന്നവനാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഇന്നും അവൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഞാൻ പറയുന്ന സാക്ഷ്യം. और आज किसी के लोगों के जीवन में परमेश्वर कार्य करता है और आगे भी वो कार्य करने वाला परमेश्वर है, ये बात को मैं विश्वास करता हूँ और उसी बात में मैं आमीन दृढ़ रहता भी हूँ। ഞാൻ പറയുന്ന ഈ വിഷയം നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്, തുടർമാനമായി പ്രാർത്ഥിപ്പാൻ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന വിഷയം. मैं ये जो विषय कह रहा हूँ आपको आगे हियाव डराने के लिए, आगे लगातार प्रार्थना करने के लिए, आपको और प्रोत्साहन देने के लिए इन बातों को मैं अभी आगे कह रहा हूँ। കാരണം പലർക്കും ചിന്തയുണ്ട്, ഞാൻ കുറെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുന്നില്ലല്ലോ, ഇനി എന്നാണ് പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അനവധി ആൾക്കാരുണ്ട്.
कई लोग के अंदर ऐसे एक विचार होती हैं कि मैं लगातार कई समय से प्रार्थना कर रहा हूं और उसमें कोई उत्तर नहीं मिल रहा है, तो कैसे मुझे और आगे प्रार्थना करना है, क्या मुझे प्रार्थना में किस प्रकार से बढ़ना है। ऐसे कई सवाल कई लोगों के हृदयों में आमीन बस जाते हैं। ദൈവത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ ഒരുപാട് പ്രവർത്തികൾ കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവം എന്നെ നടത്തിയ വഴികൾ. परमेश्वर की ओर से बहुत सारे अद्भुत कार्यों को, प्रभु के अनेक आमीन कार्यों को मैंने अपने जीवन में देखा हुआ है। अद्भुत कामों को मैंने अपने जीवन में मेरी आंखों से मैंने देखा है। അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനെ എനിക്ക് സംശയമില്ല. इसलिए जिस परमेश्वर में मैं विश्वास करता हूँ उसमें मुझे कोई भी प्रकार की संदेह या असमंजस की कार्य नहीं उठता है। ജോസഫ് കണ്ട ദർശനം പൂർത്തീകരിക്കപ്പെടരുതെന്നായിരുന്നു സഹോദരങ്ങളുടെ ചിന്ത. यूसुफ ने जो दर्शन देखा था वो किसी भी तरह से पूरा ना हो, यही उसकी भाइयों की आमीन सोच या उनकी कार्य रहा था। പക്ഷെ അവന്റെ ഭാവിയെ നിശ്ചയിച്ച ദൈവമാണ്, അതവൻ നിവർത്തിക്കുക തന്നെ ചെയ്തു. परंतु यूसुफ का भविष्य को निश्चय या नियंत्रण करने वाला परमेश्वर था और वो परमेश्वर ने यूसुफ के जीवन में उसके कार्यों को पूरा भी किया। സഹോദരങ്ങളെ, ലോകം മുഴുവൻ നമുക്കെതിരായിരുന്നാലും, ശക്തന്മാരായ നേതാക്കന്മാർ നമുക്കെതിരായിരുന്നാലും, ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിനെ ഇല്ലാതാക്കാൻ, തടസ്സം ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. प्रिय लोगों, एक बात को हमें ध्यान रखना है, चाहे पूरी संसार आपका विरोध हो जाए या आपके अधिकारी लोग आपके विरोध में खड़े हो जाए, लेकिन प्रभु ने आपके लिए किसी कार्य की योजनाएं बना रखी हैं, तो परमेश्वर उस कार्य को आपके जीवन में पूरा करेगा, चाहे कोई भी आपके विरोध में खड़ा रहे। കർത്താവിന്റെ പ്രവൃത്തി അടുത്തറിഞ്ഞ ഒരു മനുഷ്യനാണ് ഞാൻ. परमेश्वर का कार्य को बड़े करीबी से देखा हुआ एक व्यक्ति है मैं। എന്നോടുകൂടെ അവൻ ഇരിക്കുകയും നടക്കുകയും ചലിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവന്റെ പ്രസൻസ് ഞാൻ അനവധി പ്രാവശ്യം വ്യക്തിപരമായി അറിഞ്ഞിട്ടുണ്ട്. वो परमेश्वर का उपस्थिति को मैंने कई बार व्यक्तिगत रूप से मैंने अपने जीवन में अनुभव किया है। मेरे साथ चलने वाला, उठने वाला और मेरे साथ बातें करने वाला वो परमेश्वर का वो महान उपस्थिति को मैंने अपने जीवन में जान रखा है। അതുകൊണ്ട് അവന്റെ ശബ്ദം കേട്ടാൽ എനിക്ക് തിരിച്ചറിയാം, അവന്റെ ചലനം കണ്ടാൽ എനിക്കറിയാം ഇത് അവനാകുന്നുവെന്ന്. इसलिए आमीन उसकी आवाज हम सुनते हैं तो मैं पहचान सकता हूँ उसकी चाल चलन की, आमीन जो कार्यों को मैं अपने जीवन में आराम से पहचान लेता हूँ। ഒരിക്കൽ ഞാൻ തന്നെ ചിന്തിച്ചു, എന്റെ ഒരുപാട് അനവധി വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിച്ചു, പക്ഷേ ഒരു പ്രത്യേക വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിച്ചിട്ട് എന്താ മറുപടി ലഭിക്കാത്തതെന്ന്. एक बार मैं स्वयं ये बात के बारे में विचार करने लगा कि कई विषयों को तो परमेश्वर मेरे जीवन में उत्तर प्रदान किया है, परंतु एक प्रत्येक विषय के लिए मैं जब प्रार्थना कर रहा था उसी के प्रति प्रभु ने कोई काम नहीं किया। ഒരു और इस कार्य के पीछे कारण क्या है? ഒരു പ്രത്യേക ഡിഫിക്കൽട്ടീസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഞാൻ ഫേസ് ചെയ്യുന്നത്. വളരെ പ്രത്യേകതയുള്ള പ്രശ്നങ്ങളുള്ള ഒരു വിഷയം ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. और एक प्रत्येक समस्या और संकट भरा हुआ एक विषय को मैं अपने जीवन में अनुभव कर रहा था और एक विशेष ऐसी परिस्थिति से मैं होकर गुजर रहा था। ഞാൻ ഓഫീസിൽ എന്റെ ചെയറിൽ ഇങ്ങനെ വളരെ ദുഃഖത്തോടെ ഇരിക്കുക, എന്താ ദൈവം ഈ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാത്തതെന്ന്. मैं अपने ऑफिस की कुर्सी में ऐसे बड़े दुख के साथ बैठा हुआ था कि क्यों प्रभु मेरे इस विषय के लिए काम नहीं कर रहा। ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയല്ല, കണ്ണ് തുറന്നിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. मैं अपनी आंखें बंद करते हुए प्रार्थना नहीं कर रहा था, मैं आंखें खोल रखा हुआ अवस्था में बैठकर मैं कई ऐसे विचारों को कर रहा था। ആ ഇരിപ്പിൽ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. और उस बैठने के उसी स्थिति में परमेश्वर मुझे एक दर्शन दिखाया। ഒരു വലിയ ജലപ്രളയം. एक बड़ा सा एक बाढ़ की स्थिति। എന്നോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ പറയുക, ആ വെള്ളത്തിന്റെ മുകളിലേക്ക് നോക്കാൻ. और प्रभु की आत्मा मेरे भीतर ये बात को याद दिला रहा है या मुझे बता रहा था कि ഞാൻ उस बाढ़ के ऊपर, पानी के ऊपर को तेरे नजरों को चलाएं। ഞാൻ അങ്ങനെ വെള്ളത്തിന്റെ മുകളിലേക്ക് 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 നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിൽ നോഹയും പെട്ടവും കാണാം.
और जब मैं उस पानी के एकदम ऊपर 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 की ओर जब देखते गया तो मुझे एक दृश्य दिखाई दिया कि वहां पर नूह और उसका जहाज को मैं देख पाया। എന്റെ ഉള്ളിൽ പറയാണ് പെട്ടകത്തിനകത്തേക്ക് നോക്കാൻ. और तो मुझे अंदर ये बात को फिर से एक आमीन एक कार्य सुनाई दिया कि उस जहाज के अंदर को अंदर की ओर ध्यान देना। പെട്ടകത്തിനകത്തേക്ക് നോക്കി ഞാൻ കാണുന്നത് നോഹ വളരെ ടെൻഷൻ എടുത്ത് പരവശനായിട്ട് ആ പെട്ടകത്തിനകത്ത് നെറുകയും കുറുകയും നടക്കുക. तो मैं अंदर जब ध्यान लगाया तो नूह बड़ा चिंतित होकर आमीन आमीन व्याकुल होकर उस जहाज के अंदर यहाँ वहां वे भटक रहा है या चल रहा है। ഇടയ്ക്കിടയ്ക്ക് കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കുന്നു. बीच बीच में वो उस जहाज की खिड़कियों से वे बाहर की ओर देखता है। അപ്പോൾ തന്നെ തന്നോട് കൂടെയുള്ള മൃഗങ്ങളെയും അതിന് കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കളെയും നോക്കുന്നു. और इतना ही नहीं, अपने साथ जो भी आमीन जानवरें थीं या जो पक्षियां थी उनकी ओर भी उसकी दृष्टि लगती हैं। ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ തീരാറായി, ഇനി അധിക ദിവസത്തേക്കില്ല. അവനാകെ ടെൻഷനിലായി, ഇനി എന്ത് ചെയ്യും? और उसके पास जो जहाज में खाने पीने की वस्तुएं थी वे सब कुछ समाप्त होने पर हैं। ज्यादा दिन के लिए जो राशन है ये चलने वाला नहीं है। आगे मैं क्या करूंगा, ये बड़ी चिंता के साथ नूह उस जहाज के अंदर है। പുറത്തേക്ക് കിളിവാതിലൂടെ നോക്കുമ്പോൾ ജലം മാത്രം, ജലപ്രളയം മാത്രം, മറ്റൊന്നും എവിടെയും ഒരു കര കാണാൻ സാധിക്കുന്നില്ല. और जब जहाज की खिड़कियों से जब बाहर देख रहा है तो नूह को सिर्फ और सिर्फ पानी दिखाई दे रहा है। कहीं पर भी जमीन का कोई भी एक संकेत दिखाई नहीं देता। അങ്ങനെ പരവശനായ നോഹയാ ഞാൻ കാണുന്നത്. और ऐसे व्याकुल अवस्था में एक नूह को उस दर्शन में मैंने देखा था। ഉടനെ എന്നോട് പറയാ, നീ ഇനി അടിയിലേക്ക് നോക്കാൻ. और तुरंत प्रभु की आत्मा मुझसे कहने लगा कि तू और भीतर की ओर देख लेना। ഞാൻ ആ വെള്ളത്തിന്റെ അടിയിലേക്ക് നോക്കി, അടിയിലേക്ക് നോക്കിയപ്പോൾ കാണാൻ സാധിക്കുന്നത് വെള്ളം വറ്റിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ നോഹയ്ക്ക് ഇത് മനസ്സിലാകുന്നില്ല. परंतु उस पानी के निचले स्थानों में जब मैं देख रहा था तो मुझे एक दृश्य दिखाई दिया कि जो पानी है वो घटता जा रहा है, परंतु नूह ऊपर से ये कार्य को समझ नहीं पा रहा था। നോഹയ്ക്ക് അത് മനസ്സിലാകണമെങ്കിൽ എവിടെങ്കിലും പെട്ടെന്ന് ചെന്ന് മുട്ടി നിന്ന് കഴിയുമ്പോഴേ നോഹയ്ക്ക് മനസ്സിലാകത്തുള്ളൂ. नूह को ये कार्य समझना है तो कहीं ना कहीं जहाज जाकर कहीं जमीन में टकरा कर खड़े रहना है, नहीं तो नूह ये बात को समझ नहीं पाएगा। പക്ഷെ ദൈവം നോഹയുടെയും മൃഗങ്ങളുടെയും സകലത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ഓൾറെഡി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു. परंतु परमेश्वर जो है नूह और उसके अंदर जितने जानवर और पक्षियां थी उन सब की आवश्यकताओं को समझकर परमेश्वर ने अपने कार्यों को शुरुआत कर दिया था। എന്നോട് പരിശുദ്ധാത്മാ പറയുക, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞിട്ടല്ല, നിന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു എന്ന് എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. परमेश्वर की दास को परमेश्वर की पवित्र आत्मा ने इस प्रकार से ये बात को याद दिलाया कि मैंने तेरे प्रार्थनाओं को नहीं सुना, ऐसा नहीं, परंतु मैंने तेरी प्रार्थना को सुनकर अपने कार्यों को मैंने शुरुआत किया है और उस कार्य को मैं पूर्तिकरण की ओर लेकर चलता हूँ। എന്റെ ജീവിതത്തിൽ അതൊരു വലിയ അത്ഭുതകരമായ എക്സ്പ്ലോഷൻ ആയിരുന്നു, ഒരു വലിയ വിടുതലായിരുന്നു. और प्रभु के दास के जीवन में ये एक बड़ा अद्भुत एक कार्य रहा और उनके लिए एक बड़ा छुटकारे का एक विषय बनकर खड़ा हुआ। നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. റൈറ്റ് ടൈം ആകുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. और हम शायद जानते नहीं है, परंतु हमारे लिए निरंतर काम करने वाला, निरंतर हमारे लिए योजनाओं को बनाने वाला एक परमेश्वर वो अपने कार्यों को करता रहता है, परंतु हम केवल उस समय जान सकते हैं जब वो एक सही समय हमारे लिए ठहराया हुआ हो। അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, നമ്മൾ നിശ്ചയിക്കുന്ന സമയത്ത് ദൈവം പ്രവർത്തിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ഇട്ടേച്ച് നമ്മൾ പോകരുത്. നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥനയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുക.
इसलिए हम जब सोचते हैं या हमने नियुक्त किया हुआ समय पर नहीं हो रहा है सोचकर हम उस कार्य के बीचों बीच उसे छोड़कर ना चले जाए, परमेश्वर हमारे लिए अपना कार्यों को शुरुआत करता है और हमारे लिए सही समय पर वो हमारा काम को पूरा कर कर देगा। മാനുഷികമായി നോക്കിയാൽ അന്ന് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയം അത്ര നിസ്സാരമായ ഒരു ചെറിയ കാര്യമായിരുന്നില്ല. എന്നാൽ ദൈവം അത് പൂർണ്ണമായി നിവർത്തിച്ചു. मानुषिक रीति से देखा जाए तो मैंने जिस प्रार्थना विषय को मैंने उस समय किया था वो एक साधारण सा विषय नहीं था, परंतु परमेश्वर ने मेरे लिए अपने कार्यों को कर दिखाया। Praise the Lord. ഞാൻ നിങ്ങളോട് എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? और मैंने आपसे ये गवाही क्यों बांटा कि आप जानते हो, ഞാൻ നല്ലൊരു മെസ്സേജ് പ്രിപ്പയർ ചെയ്ത് അതിന്റെ പോയിന്റ്സ് എല്ലാം ഡയറിക്കകത്ത് എഴുതി വെച്ച് നിങ്ങളുടെ മുൻപിലിരിക്കുക. मैंने एक अच्छा प्रचार में तैयार करते हुए उसके प्रति जो भी बातें मुझे बोलना था वो सब कुछ मैंने लिखकर मेरे डायरी में रखकर मैं आपके सामने बैठा हूँ। എന്നാൽ അത് പറയാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഈ വിഷയം എന്ന് പറയാൻ. നിങ്ങളിൽ ചിലരെങ്കിലും ചില ദുഃഖത്തിലും നെടുവീർപ്പിലും സംശയത്തിലും ദൈവത്തോടുള്ള ചോദ്യത്തിലുമായിരിക്കുന്നു എന്തുകൊണ്ട് പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന്. तब मैं ये बात को कहने के लिए शुरुआत कर रहा था तो पवित्र आत्मा मुझसे ये बात को कहने लगा कि ये गवाही को मुझे बांटना है, क्योंकि आप में से कई लोग तो आप ऐसे बड़ी चिंताओं में, बड़े व्याकुल अवस्थाओं में बैठे हुए हैं कि क्यों मेरे लिए परमेश्वर काम नहीं कर रहा है, और इत्यादि सवालों को लेकर आप प्रभु की उपस्थिति में आए हो। ഇത് ഏറ്റെടുത്ത നിങ്ങളോടാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം വിടുതലാണ്. കരം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. और जो आप इन बातों को स्वीकार कर रहे हैं आपके लिए परमेश्वर की आत्मा कार्य कर रहा है। आप यदि इस बातों को समझते हैं, हमें स्वीकार करते हैं, तो बड़ा छुटकारा आपके जीवन में प्रभु की आत्मा प्रदान करेगी। കർത്താവിനെ നിങ്ങൾ സംശയിക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ആ തക്ക സമയമാകുമ്പോൾ അവൻ നിങ്ങളുടെ മുറിയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കും, അനുഗ്രഹിക്കും, സൗഖ്യമാക്കും. അത്ഭുതങ്ങളുടെ പ്രവൃത്തി കാണുവാൻ സാധിക്കും. कभी भी आप परमेश्वर के कार्य के प्रति संदेहजनक आमीन रूप से ना बैठे, आप विश्वास करें, प्रार्थना करें, समय पर, ठीक समय पर वो प्रभु आपके लिए अपना उद्धार का कार्य को प्रकट करेगा। ഒരുപക്ഷെ ചെറിയ വിഷയങ്ങളായിരിക്കും നിങ്ങൾ ഭാരപ്പെടും. കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാനുള്ള ഭാരമായിരിക്കും, അല്ലെങ്കിൽ വാഹനത്തിന്റെ വിഷയങ്ങളായിരിക്കും, വീടിന്റെ വിഷയങ്ങളായിരിക്കും, കുഞ്ഞുങ്ങളുടെ വിവാഹ വിഷയമായിരിക്കും. എന്തുമായിക്കൊള്ളട്ടെ, ചെറുതും വലുതുമായ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. हो सकता है कि सबसे छोटी सी छोटे विषय से लेकर कोई बड़े विषय के प्रति आप आमीन चिंता में और व्याकुलता में बैठे होंगे। हो सकता है कि बच्चों का फीस का विषय हो, या आपकी गाड़ी के विषय हो, या आपके बच्चों का भविष्य का विषय में हो। कोई भी विषय क्यों ना हो, आप प्रभु के पास अपने विषयों को दे और प्रभु आपके लिए कार्य करेगा। ഒരുപക്ഷെ ആത്മീയ വിഷയമായിരിക്കാം. പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വിഷയമായിക്കൊള്ളട്ടെ. അതിനാണ് ഞാൻ ആദ്യം ഏലിയാവിന്റെ കാര്യം പറഞ്ഞത്. ഏലിയാവ് ഒരു വാക്കിൽ ആഹാബിന്റെയും മറ്റുടെ മുൻപിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ അനേക നാളുകൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ആ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാനിടയായത്. और हो सकता है कि आप आत्मिक विषयों के प्रति आप व्याकुलता में बैठे हो कि कई समयों से मैं प्रार्थना कर रहा हूं लेकिन मेरी आत्मिक स्थिति में एक बदलावट नहीं है। इसलिए मैंने शुरुआत में एलिया के बारे में ये बात को कहा कि एलिया आमीन एक दिन राजा के सामने बड़े याब के साथ खड़े रहने के पीछे आमीन कई समयों का प्रार्थना का एक फल स्वरूप है कि उसने उस ऊर्जा और ताकत को प्राप्त किया और प्रभु के लिए अपना काम को किया। നിശ്ചയമായിട്ടും ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഹൃദയാംഗമായി ഇടപെട്ടിട്ടുണ്ട്, അവർക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. और निश्चय कई लोगों से प्रभु की पवित्र आत्मा बड़े स्पष्ट रीति से बातें किए हैं, और निश्चय जिन्होंने उसको स्वीकार किया है उनके जीवन में परमेश्वर का बड़ा चमत्कार को प्रभु दिखाएगा। ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. मैं अपने विषय की ओर लौट कर आना चाहता हूँ। यीशु मसीह मरा और आमीन यीशु मसीह को क्रूस पर चढ़ाया गया, यीशु का मृत्यु हुआ और यीशु मसीह को गाड़ा गया, और तीसरा दिन वे जी उठकर हमारे बीच में प्रकट हुए। സമയ ചുരുക്കം മൂലം അതിന്റെ മേലുള്ള കുറെ ഇൻട്രഡക്ഷൻസ് ഞാൻ അങ്ങ് വിടുകയാണ്.
और समय की कमी के कारण उसके ऊपर जो भी मुझे आमीन परिचय की बातों को देना था, मैं उन सभी की बातों को छोड़ रहा हूँ। ഒരു ദിവസം കൊണ്ട് സംഭവിച്ച ഒന്നല്ല ഇത്. और एक दिन में हुई बात तो घटना तो नहीं है। ആദിയിൽ തന്നെ അവസാനവും അവസാനത്തിൽ തന്നെ ആദ്യവുമാകുന്ന അൽഫയും ഒമേഗമാകുന്ന ദൈവം ഇത് അനന്തതയിൽ തന്നെ പ്ലാൻ ചെയ്തതാണ്. और पहले से ही अंत को जानने वाला परमेश्वर, जो वो जो अल्फा और ओमेगा है, वो सब में आमीन ये बात को पहले से अनंतता में निश्चय कर रखा हुआ विषय ये है। നമ്മുടെ ഈ ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും നമുക്ക് അറിയാൻ വയ്യാതിരിക്കുമ്പോൾ നാം അത് പെട്ടെന്ന് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ റൈറ്റ് തക്ക സമയങ്ങളിൽ പ്ലാൻ ചെയ്ത ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. और हम इस दुनिया में आज जो वर्तमान में देखने वाले विषय हैं या आने वाले दिनों में हम जो बातों को घटनाओं को देखने के लिए गवाह रखने के लिए जो समय आने वाला है, उन सारे विषयों को अब लेकर देखा जाए तो परमेश्वर ने हर एक कार्यों के लिए अपना सही समय नियुक्त करके दिया हुआ है, और समय पर प्रभु इन सारे कार्यों को घटनाओं को पूरा होने में मदद करता है। യഥാർത്ഥ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതൊരു അൺഎക്സ്പെക്റ്റഡ് അല്ലെ ആക്സിഡന്റൽ അല്ലെ ഇൻസിഡന്റൽ എന്ന് അവർ ചിന്തിക്കാതെ ദൈവത്തിന്റെ നിത്യതയുടെ പ്ലാനാണെന്ന് അവർ വിശ്വസിക്കുകയും അവരത് പറയുകയും प्रसंगिക്കുകയും അവർ ആശ്വസിക്കുകയും ചെയ്യും. और एक सच्चा परमेश्वर का आमीन एक भक्त को यदि हम उठाकर देखें तो वो कोई भी आमीन घटनाएं या कोई भी आमीन कार्य जो उनके जीवन में होता है, वो उसे अचानक से या दुर्घटना पूर्व हुआ है ऐसे वे नहीं समझते हैं। सब परमेश्वर की योजना के तहत हुई बात है, ये बात को वो जान सकते हैं। സൂര്യനോടും ചന്ദ്രനോടും രാവിനോടും പകലിനോടുമുള്ള ദൈവത്തിന്റെ കവനന്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അനന്തതയിലുള്ള നിത്യമായ പ്ലാനിനെ ബ്രേക്ക് ചെയ്യാൻ ആർക്കും സാധ്യമല്ല. और सूर्य से या चंद्रमा से या आमीन तारागणों से जो परमेश्वर का जो हमेशा हमेशा का जो आमीन जो कार्य था या परमेश्वर का जो आमीन वायदा था, वो क्या प्रभु तोड़ सकता है? नहीं, वो अनंतता के लिए वो कार्यों को ठहराया हुआ है। യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലുള്ള ജനനവും അവന്റെ ഇവിടുത്തെ മിനിസ്ട്രിയും അവന്റെ കഷ്ട അനുഭവങ്ങളും അവന്റെ ക്രൂശീകരണവും അവന്റെ ഉയർത്തെഴുന്നേൽപ്പും അവൻ നിത്യതയിൽ തന്നെ പ്ലാൻ ചെയ്തു വെച്ച ഒരു കാര്യമാണ്. यीशु मसीह के क्रूस की मृत्यु और उसका आमीन जीवन और अनंतता का जो भी बात है, वो सब कुछ परमेश्वर ने पहले ही वो अनंतता में आमीन योजना बनाकर रखा हुआ एक विषय है। പ്രൈസ് ദി ലോർഡ്. ആ പിതാവായ ദൈവം, സ്വർഗസ്ഥനായ പിതാവ് സകലവും പ്ലാൻ ചെയ്തു, പുത്രൻ അത് അനുസരിച്ചു, പരിശുദ്ധാത്മാവ് അത് ഇംപ്ലിമെന്റ് ചെയ്തു. और स्वर्गीय पिता ने उन सारे बातों को आमीन योजना बनाए, और पुत्र ने उन सारे कार्यों को पूरा करने के लिए मदद किया, और पवित्र आत्मा ने उनको इन सारे कार्यों को करने के लिए हियाब देता है। അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിയുടെ ഭാഗമാണത്. ദാവീദിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണിത്. അത് ഫുൾഫിൽമെന്റ് ചെയ്യുന്നത് പുതിയ നിയമത്തിലാണ്. और अब्राहम, दाऊद और इत्यादि लोगों को जो परमेश्वर ने वायदा दिया था, उसका भाग है ये, और उसी को पुत्र के द्वारा नए नियम में उसकी पूर्तिकरण को पिता कराता है। ദാവീദിനോട് പറഞ്ഞു, നീ മുഖേന സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. और दाऊद से इस प्रकार से कहते हैं कि तेरे द्वारा सब लोग आशीषित होंगे। ദാവീദിനോട് പറഞ്ഞു, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. अब्राहम से कहा कि तेरे द्वारा सारी जाति आशीषित होंगे। दाऊद से कहता है तेरा सिंहासन हमेशा हमेशा के लिए स्थिर रहेगा। ആ സിംഹാസനത്തിലേക്കാണ് 1000 ആണ്ട് വാഴ്ചയിൽ പുത്രൻ കടന്നു വരാൻ പോകുന്നത്. और वही सिंहासन में 1000 साल के शासन के लिए वो पुत्र यीशु मसीह राज्य करने के लिए बैठने वाला है। അത് പുതിയ നിയമത്തിലുള്ള നിവർത്തീകരണമാണ്. और वो कार्य जो दाऊद को प्रभु वायदा देता है, वो नए नियम में परमेश्वर में वो पूर्तिकरण कर रहा है। അതുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും
പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരായി ദൈവം നമ്മെ വിളിച്ചിരിക്കയാൽ സ്തോത്രം. और इसलिए हम और आपको नए नियम के सेवकों के रूप से प्रभु ने हमें नियुक्त किया है, बुलाया है, इसलिए हम प्रभु का धन्यवाद करते हैं। എല്ലാവരും കേൾക്കുവാൻ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാണ്. और सब लोग सुनने के लिए मैं एक और बार उस विषय को दोहराना चाहता हूं कि हम सब जो हैं नए नियम के बुलाए हुए सेवक हैं। നമ്മൾ മോശയുടെ നിയമത്തിന്റെ ശുശ്രൂഷക്കാരല്ല, നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരും എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരുന്ന് വേണം ശുശ്രൂഷിക്കുവാൻ. और हम जो हैं मूसा के द्वारा जो व्यवस्था को रखी गई है उसी के सेवक नहीं है, परंतु यीशु के द्वारा बुलाए हुए यीशु मसीह के सेवक हैं, और उसी के लिए हमें आमीन प्रभु ने नियुक्त किया है। ये बात को ध्यान रखते हुए हम अपनी सेवकाइयों को निभाना है। ഒരാളോട് നമ്മൾ സുവിശേഷം പറയാൻ നമ്മൾ സബ്ജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇസ്രായേലോ മോശയുടെ നിയമമോ 10 കൽപ്പനയോ അല്ല നമ്മുടെ വിഷയം, യേശു ക്രിസ്തുവിനെ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. और एक व्यक्ति से यदि हम सुसमाचार सुनाने के लिए जब हम आरंभ करते हैं तो वहां पर मूसा या मूसा के द्वारा मिला हुआ व्यवस्था नहीं है हमारा मुख्य विषय। हमें केवल उस व्यक्ति को यीशु मसीह का पहचान कराना है। ഒരു പ്രസംഗം പ്രസംഗിക്കുവാൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൻ്റെതായ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പ്രൈസിലോ പ്രശ്നങ്ങളും അല്ല എടുക്കേണ്ടത്, പിന്നെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ് നമ്മൾ എടുക്കേണ്ടത്. और एक प्रचार हम तैयार करने के लिए हम जब शुरुआत करते हैं तो पुराने नियम के युद्ध और उस घटनाओं को हम लेकर प्रचार करने से भी बेहतर होगा कि हम यीशु मसीह के क्रूस और क्रूसीकरण के विषय में हम लोगों को प्रचार करें। പഴയ നിയമത്തിൽ യഹൂദജാതിക്ക് വേണ്ടി മാത്രം നിയമങ്ങൾ മെനഞ്ഞുണ്ടാക്കുമ്പോൾ പുതിയ നിയമത്തിൽ സകല ജാതികൾക്കും വേണ്ടി യേശു മരിച്ചത്. और केवल पुराने नियम में हम देखते हैं कि यहूदा के या आमीन इजराइलियों के लिए केवल परमेश्वर जब आमीन अपनी कार्यों को जब प्रकट करता है, नियमों को बनाता है, नए नियम में हम देखते हैं कि सारी जातियों के लिए, सारे मानव जाति के लिए परमेश्वर ने उस क्रूस पर अपना बलिदान दिया है। പഴയ നിയമത്തിൽ ഒരുപാട് യോഗ്യതയുടെ ലിസ്റ്റ് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, പുതിയ നിയമത്തിൽ വിത്തൗട്ട് എനി മെറിറ്റ്, ദർ ഇസ് നോ എനി മെറിറ്റ്, യാതൊരു യോഗ്യതയുമില്ലാത്ത നാം പാപികളായിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മെ തേടി വന്ന കർത്താവിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. पुराने नियम में बहुत सारे योग्यताओं का एक सूची जब लगाए जाते हैं, नए नियम में वचन हमें बड़े स्पष्ट रीति से बताते हैं कि हम और आपके जीवन में कोई योग्यता है, कोई काबिलियत नहीं रहने के बावजूद परमेश्वर ने हमें योग्य ठहराकर आमीन प्रभु ने हमें अपने कार्यों के लिए चुना है, और प्रभु का हम इसीलिए धन्यवाद करते रहता है। നാനാ വിഷയത്തിലും പാപത്താൽ അടിമപ്പെട്ട പ്രൈസലോ പാപത്താൽ നഷ്ടപ്പെട്ടു പോയ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ തരുന്ന ഒരു കർത്താവിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. बहुत सारे विषयों को हम जब नुकसान और नष्ट के रूप में हम देखते हैं, और सारे ऐसे आमीन अनुभव हमारे जीवन में होते हैं, तो भी नए नियम में हम यीशु मसीह के बारे में हम जब प्रचार करते हैं तो सब कुछ को लाभ में बदलने वाला वो परमेश्वर का हम घोषणा को वहां करते हैं। ആ അവന്റെ രക്തത്തിലൂടെ നമ്മെ ശുദ്ധീകരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയും വേർപാടും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അവൻ നമുക്ക് മടക്കി തരുമ്പോൾ നമ്മുടെ ആരുടെയും യോഗ്യത നോക്കിയല്ല, പ്രൈസ് ദി ലോർഡ്, അവന്റെ കൃപ ഒന്ന് മാത്രമാണ് അതിന്റെ യോഗ്യത. और जब कुछ सब जब 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 सब कुछ जब नष्ट हो जाता है आमीन हमारे जीवन में, आमीन उस यीशु मसीह के लहू के द्वारा हमारे लिए सब कुछ उसने पुनर्स्थापित करा कर दिया, हमें सब कुछ फिर से प्रबंध कराने वाला वो प्रभु के बारे में हम आमीन घोषणा करते हैं, और उसी के बारे में हम लोगों को प्रचार करते भी हैं। അനുസരണക്കേടാകുന്ന പാപത്താൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ മാനസികവും ശാരീരികവും ആത്മീകവുമായ സകലത്തെയും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ അവൻ നമുക്ക് മടക്കി തരിക.
और जो अनाज्ञाकारिता का पाप के द्वारा जो हमारे जीवन में नष्ट हुआ था, हमने जो भी हमारे जीवन में खो दिया था, वो यीशु मसीह के अनुसरण के द्वारा, वो क्रूस की मृत्यु के द्वारा, आमीन, हमें सब कुछ उस यीशु ने पुनर्स्थापित करा कर दिया है। കേവലം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു മനുഷ്യനായി മറിയുടെ ഉദരത്തിലൂടെ ഉരുവായി എന്ന് വിചാരിച്ച് അവൻ പ്രൈസലോട് അപ്പോഴല്ല അവൻ എക്സിസ്റ്റ് ആകുന്നത്, പിന്നെയോ അവൻ നിത്യതയിൽ അനന്തതയിൽ തന്നെ ഉണ്ടെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. केवल 2000 साल के पहले प्रकट हुआ एक यीशु मसीह हमारे लिए अपने कार्यों को तब शुरुआत किया है। ये बात को हम कभी भी ऐसे सोच कर ना बैठे, परंतु अनंतता से हमारे लिए कार्यों में शामिल रहा हुआ ये यीशु मसीह, जिस प्रकार से यूहन्ना के सुसमाचार पहले अध्याय पहले आयत से लेकर जब हम पढ़ते हैं तो ये बात को बड़े स्पष्टता से बताया जाता है कि वो यीशु भी, आमीन, आदि से कार्यों में वे भी कार्य में रहते थे। യൂദ ഒറ്റിക്കൊടുക്കുമ്പോഴും റോമ പടയാളികളെ പിടിക്കുമ്പോഴും യഹൂദന്മാർ അവനെതിരായിട്ട് സാക്ഷ്യം പറയുമ്പോഴും അവൻ ട്രാപ്പ് ചെയ്യപ്പെട്ടതല്ല, പിന്നെയോ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വയം സമർപ്പിച്ചു കൊടുക്കുകയായിരുന്നു. यहूदा इस्करियोती जब उसे आमीन पकड़वाए या रोमी शासन के सैनिकों के द्वारा जब उसके, आमीन, उसके ऊपर दंड की, आमीन, कार्यों को किए गए, तब ऐसा ना समझे कि वे फंसाए गए थे, आमीन, उसको, आमीन, आमीन, फंसा कर उसको पकड़वाए गए थे, परंतु यीशु मसीह स्वयं अपने आप को उनके हाथों में सौंप दिया था, कारण मेरे लिए और आपके लिए। യേശുവിനെ കുറിച്ചുള്ള തിരഞ്ഞെടുപ്പും വിളിയും അതായിരുന്നു. यीशु मसीह के प्रति जो परमेश्वर का बुलाहट और उसका जो, आमीन, चुनाव था, वो यही था। അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ച് നിത്യതയിൽ തന്നെ ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ടെന്ന് എഫ്.എസ്. ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ऐसा है तो मेरे लिए और आपके लिए भी परमेश्वर का अनंतता में प्रभु का एक बुलाहट है और एक चुनाव है। इफिसियों की पत्री पहला अध्याय 4 और 5 आयतों को जब हम पढ़ते हैं वहां पर हम समझ पाते हैं। അങ്ങനെയെങ്കിൽ നാം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. ऐसा है तो हम अपने बुलाहट को और हमारे चुनाव को फिर से हम पक्का करना है। This is the season of restoration. ये एक पुनर्स्थापना का एक मौसम है। നമ്മൾ അതിന് എന്ത് ചെയ്യണം? हमें उसके लिए क्या करना है? നമ്പർ 1, റിപ്പൻഡൻസ്. पहला कार्य है पश्चाताप हमें करना है। വിശദീകരിക്കാൻ സമയമില്ല, നമുക്കെല്ലാം അറിയാം. പാപത്തിൽ നാം പശ്ചാത്തപിക്കുക. और उसी के बारे में विवरण देने के लिए समय नहीं है, हम सब जानते हैं, हम अपने पापों को पश्चाताप करें। നമ്പർ 2, ഒബീഡിയൻസ്. और दूसरा है आज्ञा मानना है। നമ്പർ 2, അക്സെപ്റ്റൻസ്. യേശുവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിക്കുക. दूसरी बात है हमें स्वीकार करना है, यीशु मसीह को हमारे उद्धारकर्ता के रूप में स्वीकार करें। നമ്പർ 3, ഒബീഡിയൻസ്. तीसरा है आज्ञा मानना। എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിരിക്കും. यीशु मसीह कहता है मेरी इन बातों को सुनकर करने वाला व्यक्ति उस चट्टान के ऊपर नींव लगाकर घर बनाने वाला उस व्यक्ति के समान होगा। അതുകൊണ്ട് നാം സന്തോഷത്തോടെ ആഘോഷിക്കുക. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, അവൻ എനിക്ക് വേണ്ടി വീണ്ടും മടങ്ങി വരും. और इसलिए हम आनंदित हो जाए कि यीशु मसीह मेरे लिए जन्म लिया और यीशु मसीह ने मेरे, आमीन, पापों को अपने ऊपर लेकर क्रूस पर मृत्यु हुआ और वो मेरे लिए जी उठा। आज मेरे लिए वो स्वर्ग में विराजमान हो परमेश्वर को हम आनंद और उल्लास के साथ हम मनाएं। ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों के द्वारा प्रभु आप सभी